ഉണ്ണി ബാലകൃഷ്ണൻ, ഇനിയിപ്പോൾ സി പി എമ്മിൻ്റെ 15 സ്ഥാനാർത്ഥികളുടെയും ചിത്രം തെളിഞ്ഞു. അതെ. നമുക്ക് സംശയമുണ്ടായിരുന്നത് എറണാകുളത്ത് ആര് വരും എന്നുള്ളതാണ്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ്. ആണ്. ഞാൻ കേട്ടിട്ടില്ല അതെ. കെ ജെ ഷൈനെ, അതെ. പക്ഷേ കെ ജെ ഷൈൻ KSTയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് DYFI നേതാവ് വസീഫിൻ്റെ പേര് കേട്ടതാണ്. പക്ഷേ മലപ്പുറത്തും പൊന്നാനിയിലും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി KS ഹംസ. അതെ. സ്ക്വാഡ് സീറ്റ് കൂട്ടുമോ? അതെ. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് രംഗത്തിറക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക തന്നെയാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചത്. ഒരു സംശയം അക്കാര്യത്തിനകത്ത് വേണ്ട. കാരണം 2019 19-1 എന്ന് പറയുന്ന തോൽവിയിൽ നിന്ന് കരകയറേണ്ടത് ആ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളാൽ പ്രധാനമാണ്. ഇപ്പോൾ 2019-ലും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് അന്ന് CPM രംഗത്തിറക്കിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇപ്രാവശ്യം 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യവും 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചിരുന്നു അല്ലേ. P. രാജീവ് എറണാകുളത്ത് മത്സരിച്ചു, VN വാസവൻ കോട്ടയത്ത് മത്സരിച്ചു, KN ബാലഗോപാൽ കൊല്ലത്ത് മത്സരിച്ചു. നല്ല സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു. P. ജയരാജൻ കണ്ണൂർ മത്സരിച്ചു. അതേപോലെ വീണ ജോർജ് ആയിരുന്നു പത്തനംതിട്ടയിൽ മത്സരിച്ചത്. PK ശ്രീമതിയാണ് കണ്ണൂർ മത്സരിച്ചത്. ആ നിലയ്ക്ക് പ്രദീപ് കുമാർ നല്ല സ്ഥാനാർത്ഥിയാണ്, ഒരു സംശയവും വേണ്ട. കോഴിക്കോട് സമ്പത്ത് തോറ്റുപോയെങ്കിലും ആറ്റിങ്ങലിലെ മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് സമ്പത്ത്. അപ്പോൾ ആ നിലയ്ക്ക് അതിശക്തന്മാരെ തന്നെയാണ് 2019-ലും CPM രംഗത്തിറക്കിയത്. അതുപോലെ തന്നെ അതിന് സമാനമായ എന്നാൽ ഒരുപക്ഷെ അല്പം കൂടി സീനിയറായ നേതാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇപ്രാവശ്യം സ്ഥാനാർത്ഥി പട്ടിക CPM പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ പോകുന്നു. അക്കാര്യത്തിന് സംശയങ്ങളില്ല. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക 2019-ലും പ്രധാനമായിരുന്നു, 2024-ലും പ്രധാനമാണ് എന്നിരിക്കെ രാഷ്ട്രീയ സാഹചര്യം CPM-ന് ഇടതുപക്ഷത്തിന് കേരളത്തിൽ അനുകൂലമാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ 2004-ൽ ഇന്ത്യ മുഴുവനും വാജ്പേയി ഗവൺമെൻറ്റിനെതിരായി കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ വിജയമാണ് CPM ഉണ്ടാക്കിയത്, ഇടതുപക്ഷം ഉണ്ടാക്കിയത്. കോൺഗ്രസ് അബ്ബെ പരാജയപ്പെടുകയാണ് ചെയ്തത്. 18-2 അല്ലേ അന്ന് സീറ്റ് നില എന്ന് പറയുന്നത്. 18 സീറ്റുകളുമായി CPM വലിയ നേട്ടം 2004-ൽ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് 2004-ൽ ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് അനുകൂലമായി ചിന്തിച്ചപ്പോൾ കേരളത്തിലെ ആളുകൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നത്? ഒറ്റ കാരണമാണ്, ആൻറ്റി ഇൻകംബൻസിയാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് 2002 മുതൽ ഈ മതികെട്ടാൻ മലയടക്കമുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് VS അച്യുതാനന്ദൻ്റെ ഒരു പ്രവർത്തനം, അതേപോലെ ഐസ്ക്രീം പാർലർ കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ CPM എടുത്തിട്ടുള്ള നിലപാട്, ആ നിലപാടുകളെല്ലാം വലിയ തരംഗമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 2004-ലെ ആ പരാജയത്തെ തുടർന്ന് AK ആന്റണി രാജിവെക്കാൻ സന്നദ്ധനാകുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് AK ആന്റണി രാജിവെക്കുന്നത്? AK ആന്റണി രാജിവെക്കുന്നത് ഇത് ആൻറ്റി ഇൻകംബൻസിയാണ്. അന്ന് മുഖ്യമന്ത്രിയാണ് AK ആന്റണി. ആന്റണിക്ക് കൃത്യമായി മനസ്സിലായി ഇത് ആൻറ്റി ഇൻകംബൻസിയാണ്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണ് എന്നുള്ളത്. അപ്പോൾ അത്തരം വികാരങ്ങൾ വോട്ടിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ 2019-ൽ നമ്മളെപ്പോഴും പറയും വളരെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ സംഭവങ്ങൾ കേരളത്തെ സ്വാധീനിച്ചു. ഒന്ന് സ്വാഭാവികമായും വയനാട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളത്, രണ്ടാമത് ശബരിമല തരംഗം. ഈ 2 വിഷയങ്ങളും കൂടി ചേർന്ന് അനുകൂലമായൊരു സാഹചര്യം 2019-ൽ ഉണ്ടായിരുന്നു കോൺഗ്രസിനെങ്കിൽ ഇക്കുറി കോൺഗ്രസിന് അനുകൂലമാകുന്നത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കാൻ ഈ പറയുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റിന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് ആവർത്തിക്കുമെന്ന് വിചാരിക്കുന്നില്ല. 2019-ൻ്റെ ഒരു തനിയാവർത്തനം 2024-ൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ഞാൻ കാണുന്നത് ചില കോൺഗ്രസ് MP-മാർക്കെതിരായ ജനകീയ വികാരം തന്നെയാണ്. രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമായിരിക്കുന്നില്ല. ഘടകങ്ങൾ അത് 2019-ൽ ഒരു പ്രത്യേക തരത്തിലുള്ള 2 ഘടകങ്ങൾ ആൻറ്റി CPM ആയെങ്കിൽ ഇപ്രാവശ്യവും വിവിധ ഘടകങ്ങൾ ആൻറ്റി CPM ആയിട്ടുള്ളൊരു വികാരം സംസ്ഥാനത്തുടനീളമുണ്ട്. ഇപ്പോൾ നമ്മുടെ സർവേ ഫലങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്കത് കാണാൻ കഴിയും. ഒരു സർക്കാർ വിരുദ്ധ തരംഗം വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. എന്നാൽ കോൺഗ്രസിന് വിനയാകാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ ആലത്തൂർ എന്ന് പറഞ്ഞ മണ്ഡലം എടുക്കുക. നവ്യ ഹരിദാസിനേക്കാളും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. രമ്യ ഹരിദാസിനേക്കാളും രമ്യ ഹരിദാസിനേക്കാളും മികച്ച സ്ഥാനാർത്ഥിയാണ് ആലത്തൂരിൽ K. രാധാകൃഷ്ണൻ എന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? അതുപോലെ മാവേലിക്കര മണ്ഡലം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷാണ് ഒരിക്കൽ കൂടി മത്സരിക്കുന്നത് എങ്കിൽ അവിടെ എത്രത്തോളം അവിടെ CPI സ്ഥാനാർത്ഥി ആരാണെന്ന് ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ 2004 ചെങ്ങറ സുരേന്ദ്രൻ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണത്. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ആരാണ് മത്സരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ ചില മണ്ഡലങ്ങളിൽ ഈ നിലവിലുള്ള MP-മാർക്കെതിരായ വികാരം CPM-ന് അനുകൂലമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ആദ്യഘട്ടത്തിൽ എൻ്റെ അഭിപ്രായം അവസാനിപ്പിക്കും. ഇപ്പോൾ 2004 ഒരു ഉദാഹരണമായിട്ട് ഞാൻ എടുക്കുന്നത് 2004 വിജയിച്ചു വന്ന ആളുകളുടെ പേരൊക്കെ എടുത്ത് നോക്കി. ഇപ്പോൾ വലിയൊരു തരംഗത്തിലാണ് വിജയിച്ചത്. ഇപ്പോൾ കൊല്ലത്ത് P. രാജേന്ദ്രൻ വിജയിക്കുന്നു, ചെങ്ങറ സുരേന്ദ്രൻ മാവേലിക്കരയിൽ വിജയിക്കുന്നു, അല്ലെ അങ്ങനെയുള്ള വളരെ എന്താ പറയുക സാധാരണക്കാരായിട്ടുള്ള അബ്ദുള്ള കുട്ടി കണ്ണൂർ CS സുജാത വിജയിക്കുന്നു, സുരേഷ് കുറുപ്പ്, സതീദേവി, അജയകുമാർ,
ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. അപ്പോൾ വലിയ പ്രമുഖരാണെന്ന് പറയാൻ ഇല്ലാത്ത പിന്നെ സ്ഥാനാർത്ഥികളായിരുന്നു. പക്ഷേ ഒരു ഒറ്റ തരംഗത്തിൽ 2004 തൂത്തുവാരി ഈ പറയുന്ന ആളുകൾ വിജയിക്കുകയാണ്. 2019 വലിയ പ്രധാനികളെ ഇറക്കിയിട്ടും ഒരു തരംഗത്തിൽ UDF വിജയിക്കുകയാണ്. 2024 വീണ്ടും ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള വളരെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കുമ്പോൾ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഉദ്ദേശം പരമാവധി സീറ്റുകൾ കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണെങ്കിൽ കൂടിയും 2019 സമാനമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് 2024. അത് ആൻറ്റി ഗവൺമെൻറ്റിൻ്റെ ഒരു വികാരമാണ്. ആൻറ്റി ഇൻകംബൻസി വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ചെറിയ ഒരു വ്യത്യാസം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ കഴിയും. അതുതന്നെ ഈ പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരായ വികാരം കൊണ്ടുണ്ടാകാവുന്ന ഒരു വിജയമോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് CPM-നോ ഇടതുപക്ഷത്തിനോ 24-ൽ നടക്കാനിരിക്കുന്ന അടുത്ത 2 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. Meet the editors.